ഉത്തർപ്രദേശിലെ മധുരയിൽ ജനിച്ച ശ്രീകൃഷ്ണ ഭഗവാന് കംസനെ ഒക്കെ വധിച്ചതിന് ശേഷം ഗുജറാത്തിലെ ദ്വാരകയിലേക്ക് എത്തുന്ന കഥയൊക്കെ നമുക്ക് മഹാഭാരതത്തിലും മറ്റ് പുരാണങ്ങളിലുമൊക്കെ കാണുവാനായിട്ട് സാധിക്കും. മഹാഭാരതവും ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ വെറും കെട്ടുകഥ മാത്രമാണെന്ന് പറയുന്നവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഇന്നും ഈ ദ്വാരകാ നഗരം നിൽക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ദ്വാരകാ നഗരത്തിൻ്റെ ജിയോളജിക്കലായിട്ടുള്ള പൊസിഷന് മഹാഭാരതത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗോമതി നദി അറബിക്കടലുമായിട്ട് സംഗമിക്കുന്ന സ്ഥലത്താണ് ദ്വാരകാ നഗരം സ്ഥിതി ചെയ്യുന്നതെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അതുപോലെ ഈ ദ്വാരകാ നഗരം കടലിൽ മുങ്ങുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങളും നമുക്ക് മഹാഭാരതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ദ്വാരകാ നഗരത്തിന്റെ സമീപത്തായിട്ട് കടലിൽ നടത്തിയിട്ടുള്ള പല ഖനനങ്ങളിൽ നിന്നൊക്കെ ഒരു പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഭാരതത്തിനെ സംബന്ധിച്ച് അനേകം പ്രത്യേകതകളുള്ള ഒരു നഗരമാണ് ദ്വാരക എന്ന് പറയുന്നത്. ഭാരതത്തിലെ 7 പുണ്യനഗരങ്ങളിൽ ഒന്നാണ് ദ്വാരക. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ 4 ദിക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 ധാമങ്ങളിൽ ഒന്നാണ് ദ്വാരക. ഭാരതത്തിൻ്റെ 4 ദിക്കുകളിലായിട്ട് ശങ്കരാചാര്യ സ്ഥാപിച്ചിരിക്കുന്ന മഠങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ദ്വാരകയിലാണ്. ഇതിനൊക്കെ ഉപരി ശ്രീകൃഷ്ണ ഭഗവാന് ഏകദേശം 100 വർഷത്തോളം ഇവിടെ വസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ രാജധാനി കൂടിയായിട്ടുള്ള ദ്വാരകയെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ദ്വാരകയിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. സോമനാഥ ക്ഷേത്രത്തിന് സമീപത്തുള്ള വേരാവൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും 11 മണിക്ക് രാത്രി 11 മണിക്ക് പുറപ്പെടുന്ന വേരാവൽ ഓഖ എക്സ്പ്രസ്സിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ ദ്വാരക റെയിൽവേ സ്റ്റേഷൻ സാമാന്യം വലുപ്പമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ തന്നെ ഈ IRCTCയുടെ തന്നെ റെയിൽവേയുടെ തന്നെ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറി ചോദിച്ചു. അവിടെ ഡോർമെട്രിക്ക് തന്നെ 24 മണിക്കൂർ നേരത്തെ ഡോർമെട്രിക്ക് 500 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ എവിടെയും സൗകര്യം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ റെയിൽവേ സ്റ്റേഷന് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഷെയർ ഓട്ടോ കിട്ടി. ദ്വാരക ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഒരു ഷെയർ ഓട്ടോ കിട്ടി. അതിന് കയറി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. ഈ ദ്വാരകയിലും ഗുജറാത്തിലും ഞാൻ ആദ്യമായിട്ടാണ് എത്തുന്നത്. യാതൊരു പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. ക്ഷേത്രത്തിൻ്റെ സമീപത്തോട്ട് നമ്മൾ എത്തുവാണ്. 30 രൂപയാണ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന്. ഷെയർ ഓട്ടോ ആണെങ്കിൽ 30 രൂപയാണ് വണ്ടിക്കൂലി. 8 മണിക്കൂറോളമുള്ള ട്രെയിൻ യാത്രയ്ക്ക് ശേഷമാണ് എത്തിയതെങ്കിലും വലിയ ക്ഷീണമൊന്നുമില്ല. രാത്രിയിൽ ട്രെയിനിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. ഇവിടെയൊക്കെ നമുക്ക് ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ ഒരു സ്ഥലം എന്നുള്ള ഗുജറാത്ത് എന്നുള്ള നിലയിലുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വൃത്തിയോ വെടിപ്പോ ഒന്നും ഇവിടെ കാണാനായിട്ടില്ല. ഇനി അറിയത്തില്ല, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കുമോയെന്നും നമുക്കറിയത്തില്ല. ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദ്വാരകയിൽ ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് ആദ്യം ഈ ക്ഷേത്രം കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ കാരണം ഞാൻ റൂമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നേരെ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടാണ് ആദ്യം വന്നത്. ഇനി വേണം റൂമുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട്, താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇനി വേണം നോക്കാനായിട്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ദ്വാരകയിൽ ശകലം തിരക്കാണ്. റൂമൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഇതൊരു ലോഡ്ജിൻ്റെ താഴത്തെ നിലയാണ്, ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. ഇവിടെയാണ് താമസം സൗകര്യം കിട്ടി. ഇങ്ങനെ ഒരു കട്ടിലുണ്ട്. അതുപോലെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. 500 രൂപയൊക്കെ ഞാൻ പറഞ്ഞൊരു 300 രൂപയ്ക്ക് ഇവിടെ ഒരു ദിവസത്തിന് താമസിക്കാനുള്ള സൗകര്യം റെഡിയായിട്ടുണ്ട്. മധുരയിൽ നിന്ന് ദ്വാരകയിലെത്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവശ്യപ്രകാരം വിശ്വകർമാവാണ് ഈ ദ്വാരക നഗരം നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദ്വാരകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള ദ്വാരകാധീശ ക്ഷേത്രമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കൃഷ്ണന്റെ കൊച്ചുമകനായിട്ടുള്ള വജ്രനാഭനാണ് ഈ ക്ഷേത്രം പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടതുപോലെ 1473 മുഗൾ ഭരണകാലത്ത് ഈ ക്ഷേത്രവും തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പണിത ഒരു ക്ഷേത്രമാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ഈ ദ്വാരകാധീശ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ കൊടി മാറ്റുന്നത്. ദിവസവും 5 പ്രാവശ്യം ഈ കൊടി ഇത്രയും വലിയ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കൊടി മാറ്റുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ ഓരോ പ്രാവശ്യം മാറ്റാനായിട്ടുള്ള കൊടിയെ ഘോഷയാത്രയായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ദർശനത്തിന് കയറാനൊന്നും ഇപ്പോൾ എന്നാണല്ലോ ഒരു രക്ഷയില്ല. ഭയങ്കര ക്യൂ ആണ്. ഞാൻ സോമനാഥിലൊന്നും ഇത്രയും ക്യൂ ഇല്ലായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും ക്യൂ നിന്നിട്ടില്ല. നമുക്കിവിടെ അടുത്ത് ബേഡ് ദ്വാരക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ കുചേലന് ശ്രീകൃഷ്ണ ഭഗവാനെ ചെന്ന് കാണുന്നത് ബേഡ് ദ്വാരകയിലാണെന്നാണ് പറയുന്നത്. അങ്ങോട്ട് ഒന്ന് പോകാനായിട്ടൊന്ന് നോക്കാം നമുക്ക്. സമയം രാവിലെ ഒരു 10-10:30 ആകുന്നേ ഉള്ളൂ. പക്ഷേ നല്ല ഒന്നാം തരം ചൂടാണ്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഈ ബേഡ് ദ്വാരയ്ക്ക് വണ്ടി കിട്ടുമെന്നാണ് അറിഞ്ഞത്. ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം നോക്കി നിന്നിട്ടൊന്നും ബസ്സൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു ഓട്ടോ, കുറേ ആൾക്കാർ 3-4 പേരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ടൊരു ഓട്ടോയ്ക്കാണ് പോകുന്നത്. 70 രൂപയാണ് ബേഡ് ദ്വാരക. ദ്വാരകയിൽ നിന്ന് ബേഡ് ദ്വാരക വരെ ഈ ഓട്ടോക്കാരൻ പറഞ്ഞിരിക്കുന്നത്. 33 കിലോമീറ്റർ ഉണ്ട്. ഗുജറാത്തിലെ ഓഖ എന്ന് പറയുന്ന സ്ഥലം ചിലപ്പോഴും ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇവിടുന്ന് എറണാകുളത്തു നിന്നൊക്കെ ഇങ്ങോട്ട് ട്രെയിൻ ഉള്ളതാണ്.
അങ്ങനെ ഞാനും ഈ ഓഖ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇപ്പോഴാണ് ഈ ഓഖ എന്ന് പറയുന്ന സ്ഥലം കേൾക്കുന്നത്. ഈ ഓഖ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ ബേഡ് ദ്വാരക. ഇപ്പം നേരത്തെ ഇവിടെ ഈ ഓഖയിൽ വന്നിട്ട് അവിടുന്ന് കടന്നത് ബോട്ടിന് വേണമായിരുന്നു നമ്മൾ ഈ ബേഡ് ദ്വാരകയിലേക്ക് പോകാനായിട്ട്. ബേഡ് ദ്വാരക ഒരു ദ്വീപാണ്. ആ ദ്വീപിലേക്ക് പോകാനായിട്ട് നേരത്തെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോഴ് ബോട്ട് സർവീസ് ഉണ്ടോ എന്നറിയത്തില്ല. ഇപ്പോഴ് ഇങ്ങനെ ഒരു പാലം പുതുതായിട്ട് പണിതിട്ടുണ്ട്. ആ പാലം വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. ഈ ഓഖയും ബേഡ് ദ്വാരകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2.5 കിലോമീറ്ററോളം നീളമുള്ള ഒരു പാലമാണിത്. സുദർശന സേതു എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത്. 4 മാസം മാത്രമേ ഉള്ളൂ ഈ പാലം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ബോട്ടിനായിരുന്നു ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് ബേഡ് ദ്വാരകയിലേക്ക്. ദ്വാരകയിലേക്കുള്ള യാത്ര ശരിക്കും പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമുണ്ട്, നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ എത്താനായിട്ടാണ്, ജ്യോതിർലിംഗ ക്ഷേത്ര യാത്രയുടെ ഭാഗമായിട്ടാണ് ദ്വാരകയിലെത്തുന്നത്. അപ്പോൾ ദ്വാരകയിലെത്തി ഈ ബേഡ് ദ്വാരകയൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു യാത്ര പോലും അല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. പക്ഷേങ്കിൽ വളരെ നല്ലൊരു അനുഭവമാണ് ഈ ദ്വാരകയിൽ നിന്ന് ബേഡ് ദ്വാരകയിലേക്കുള്ള യാത്ര. അതും ഓട്ടോയിൽ ഇങ്ങനെ കടലിൻ്റെ നടുക്കൂടെ ഒരു പാലത്തിൽ, അതും പുതുതായിട്ട് പണിത ഒരു പാലത്തിൽ 2-3 മാസം മുമ്പ് മാത്രം പണിത ഒരു പാലമാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ ഈ ഓട്ടോക്കാരൻ അങ്ങനെ നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല. മറ്റു പലരും ഈ അമ്പലത്തിലോട്ട് പോകുന്ന ആൾക്കാർ മാത്രം ഒന്നും അല്ലെന്ന് തോന്നുന്നു. കച്ചവടക്കാരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. വിനോദസഞ്ചാരികളോ അല്ലെങ്കിൽ ഇങ്ങനെ തീർത്ഥാടനത്തിനായിട്ട് ദൂരെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. ഇവിടുത്തെ ലോക്കലായിട്ടുള്ളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഓട്ടോയിൽ ബാക്കിയുള്ളത്. എന്തായാലും വളരെ നല്ല ഒരു അനുഭവമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ലൊരു അനുഭവമാണ് ഈ യാത്ര. അങ്ങനെ നമ്മൾ ബേഡ് ദ്വാരകയിലെത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കണമെന്നാണ് തോന്നുന്നത് ഈ ബേഡ് ദ്വാരകയിലെ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ നമ്മൾ ബേഡ് ദ്വാരകയിലെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് കുചേലന് ഭഗവാനെ കാണാൻ വരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ കുചേലനും ഭഗവാനും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ബേഡ് ദ്വാരക എന്ന് പറയുന്നത്. ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ കൂടിക്കാഴ്ച എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ബേഡ് ദ്വാരക എന്ന പേര് വരുന്നത്. ശരിക്കും ഇവിടെയായിരുന്നു കൃഷ്ണൻ താമസിച്ചിരുന്ന സ്ഥലം. കൃഷ്ണൻ്റെ വാസസ്ഥലം ഇതാണ്. കൃഷ്ണൻ്റെ രാജധാനിയാണ് നമ്മൾ കണ്ട നേരത്തെ മുമ്പ് നമ്മൾ കണ്ട ദ്വാരക എന്ന് പറയുന്നത്. അവിടുന്ന് 30 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. അതായത് കൃഷ്ണൻ്റെ വാസസ്ഥലം ഇതും കൃഷ്ണൻ്റെ രാജധാനിയാണ് ദ്വാരക എന്ന് പറയുന്നത്. അപ്പോൾ ബേഡ് ദ്വാരകയിൽ നമുക്ക് ഇവിടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്തോട്ടൊന്നും നമുക്ക് ക്യാമറ കയറ്റാനായിട്ട് പറ്റുകയില്ല. ബേഡ് ദ്വാരകയിലെ ഈ ദ്വാരകാധീശ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ഗോൾഡൻ ദ്വാരക ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്വർണ്ണം കൊണ്ടാണോ സ്വർണ്ണം പൂശിയതാണോ എന്നറിയത്തില്ല. സ്വർണ്ണം കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണം പോലെ തോന്നുന്ന ഒരു സാധനം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിനകത്തെ സംഗതികൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബേഡ് ദ്വാരകയിലെ ദ്വാരകാധീശ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ അരിയാണ്. അപ്പം കൃഷ്ണന് അവലുമായിട്ട് ആണല്ലോ ഭഗവാനെ കാണാൻ വന്നത്. അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടായിരിക്കും അരി ആണ് ഇവിടെ സമർപ്പിക്കുന്നത്, ഇവിടെ വഴിപാടായിട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. നമ്മൾ ബേഡ് ദ്വാരകയിൽ നിന്ന് തിരിച്ച് വീണ്ടും ദ്വാരകയിൽ വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയ്ക്ക് തിരിച്ച് ഇവിടെ വന്നു. അപ്പോൾ ദ്വാരക ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് ഈ ശങ്കരമഠമാണ്. നമ്മുടെ 4 മഠങ്ങൾ, ഭാരതത്തിൽ 4 മഠങ്ങൾ 4 ദിക്കിലായിട്ടുള്ളതിൽ ദ്വാരകയിലെ ശങ്കരമഠമാണ് നമ്മുടെ വലതുവശത്തായിട്ട് നമ്മൾ കണ്ടത്. ഇതുവഴി ഈ കുറച്ച് താഴോട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ ഗോമതി നദിയുടെ തീരത്തെത്തും. ഈ ഗോമതി നദി ദ്വാരക ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഗോമതി നദി ഗംഗ പോലെ തന്നെ പവിത്രം ആയിട്ടുള്ളൊരു നദിയായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ ഗോമതി നദിയുടെ തീരത്തോട് നമ്മൾ നടക്കുമ്പോൾ അനേകം കടവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുളിക്കുവാനായിട്ടൊക്കെയുള്ള സൗകര്യമുണ്ട്. അനേകം പേരിലുള്ള അനേകം കടവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുവഴി ഒരു ഇടനാഴി പോലെ ഉണ്ട്. അതുവഴി നമുക്ക് നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടൽ തീരത്തെത്തും. ഗോമതി നദി കടലുമായിട്ട് സംഗമിക്കുന്നത് ഇവിടെയാണ് ഗോമതി നദി അറബിക്കടലിലോട്ട് ചെന്ന് ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഒരിക്കലും ഇത്രയും സുന്ദരമായിട്ടുള്ള കാഴ്ചയൊന്നും കാണാമെന്ന് ഈ യാത്ര ഞാൻ ആരംഭിച്ചപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോഴുള്ളത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത്. ഇതിനപ്പുറത്ത് ലാൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗുജറാത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തായിട്ടാണുള്ളത്. അറബിക്കടലിലോട്ട് ഗോമതി നദി ചേരുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഈ ഗുജറാത്തിലേക്കുള്ള യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ ഗുജറാത്തിൽ കാണാൻ പറ്റും. 48 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട് ഗുജറാത്ത് വരെ. അത് മാത്രമാണ് നമുക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സോമനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ ഈ ദ്വാരക, ഈ ബേഡ് ദ്വാരക, അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്നത് പട്ടേൽ പ്രതിമയാണ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും കൂടെ ഒന്നിച്ച് ഒരു പാക്കേജായിട്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ മറ്റു കുറേ അധികം സ്ഥലങ്ങളിലൂടെ കാണുന്നുണ്ട്. എനിക്ക് സമയക്കുറവായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ ആ ബേഡ് ദ്വാരകയിൽ പോയ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയായിരുന്നെങ്കിൽ ഹനുമാൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ. ആ ക്ഷേത്രത്തിൽ ഹനുമാൻ്റെ മകൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ്റെ മകനുള്ളതായിട്ട് നമുക്കറിയത്തില്ല, നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഹനുമാൻ്റെ മകനും കൂടെ ഉള്ളൊരു ക്ഷേത്രം, മകരധ്വജ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടവിടെ. അതുപോലെ തന്നെ ബേഡ് ദ്വാരകയിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു രുക്മിണി ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്.
ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളെല്ലാം കാണണം. ദ്വാരകാധീഷ്.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത് കാണാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഏകദേശ വിവരം കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നവർ ആ വെബ്സൈറ്റിനകത്ത് കയറി നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിനി ഇവിടുന്ന് ഇന്ന് തന്നെ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ആ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയും ആ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. ശരിക്കും എനിക്ക് ദ്വാരകയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ട് പൂർണ്ണമായിട്ട് എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഞാൻ ശ്രമിച്ച് നോക്കാം. അടുത്ത ഒരു ട്രിപ്പിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോ കാണാൻ താല്പര്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അനേകം വീഡിയോകൾ വരാനായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമസ്കാരം.